കേരളം ഒരു മരുഭൂമിയായി മാറിയാൽ എന്തു ചെയ്യും? സമൃദ്ധമായ പച്ചപ്പ്, വിപുലമായ കായലുകൾ, ഉഷ്ണമേഖലാ കാലാവസ്ഥ എന്നിവയ്ക്ക് പേരുകേട്ട കേരളത്തെ പലപ്പോഴും ദൈവത്തിന് സ്വന്തം നാട് എന്നാണ് വിളിക്കുന്നത്. സമൃദ്ധമായ കാലവർഷങ്ങളും ഫലഭൂയിഷ്ഠമായ ഭൂമിയെ പോഷിപ്പിക്കുന്ന നദികളുടെയും തടാകങ്ങളുടെയും ശൃംഖലയും മൂലം സംസ്ഥാനം സമൃദ്ധമായ പ്രകൃതി പരിസ്ഥിതി ആസ്വദിക്കുന്നു. എന്നാൽ ഈ പറുദീസ ഒരു മരുഭൂമിയായി മാറിയാൽ എന്തു ചെയ്യും? ജലവും പച്ചപ്പുള്ള ഭൂപ്രകൃതിയുമായി വളരെ അടുത്ത ബന്ധമുള്ള കേരളം അതിന്റെ ജീവരക്തത്തെ നഷ്ടപ്പെടുത്തുകയും വരണ്ട മരുഭൂമിയായി മാറുകയും ചെയ്യുന്ന ഒരു ബദൽ യാഥാർത്ഥ്യം സങ്കല്പിക്കാൻ ഈ ചോദ്യം നമ്മെ പ്രേരിപ്പിക്കുന്നു. ഈ സാങ്കല്പിക സാഹചര്യം കേരളത്തിലെ പരിസ്ഥിതി, സമ്പദ് വ്യവസ്ഥ, സംസ്കാരം, ജീവിതരീതി എന്നിവയെ ഡ്രാമാറ്റിക്കായി പുനർനിർമ്മിക്കും. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. കേരളം മരുഭൂമിയായി മാറുന്നതിന്റെ ഏറ്റവും പെട്ടെന്നുള്ളതും ദൃശ്യവുമായ ആഘാതം പാരിസ്ഥിതിക നാശമായിരിക്കും. ലോകത്തിലെ ഏറ്റവും പാരിസ്ഥിതികമായി സെൻസിറ്റീവായ പ്രദേശങ്ങളിലൊന്നായ പശ്ചിമഘട്ടത്തിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന പശ്ചിമഘട്ടത്തിൽ ആയിരക്കണക്കിന് തദ്ദേശീയ സസ്യ ജന്തുജാലകങ്ങളുണ്ട്. കേരളം ഒരു മരുഭൂമിയായി മാറുന്നതോടെ ഈ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് ബാരൻ ലാൻഡായി ചുരുങ്ങും. ഇത് അഭൂതപൂർവമായ വംശനാശത്തിലേക്ക് നയിക്കും. നൂറ്റാണ്ടുകളായി ഭൂമിശാസ്ത്രത്തെ നിർവചിക്കുന്ന 44 നദികളും വിശാലമായ കായൽ ശൃംഖലയും കേരളത്തെ വലയം ചെയ്യുന്നു. സംസ്ഥാനം മരുഭൂമിയായി മാറുകയാണെങ്കിൽ ഈ നദികൾ വറ്റിപ്പോകും. എല്ലാ വർഷവും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രശസ്തമായ കായലുകൾ ബാഷ്പീകരിക്കപ്പെടുകയും ഒരു കാലത്ത് ഹൗസ് ബോട്ടുകൾ ശാന്തമായി വെള്ളത്തിന് മുകളിലൂടെ സഞ്ചരിച്ചിരുന്ന ഇടങ്ങൾ വരണ്ട തടങ്ങളായി അവശേഷിക്കും. നിലവിൽ ജലസേചനം, കുടിവെള്ളം, ദൈനംദിന ജീവിതം എന്നിവയ്ക്ക് വെള്ളം നൽകുന്ന നദികൾ നിലനിൽക്കില്ല. ഇത് കേരളത്തെ വരണ്ടതും ജലക്ഷാമമുള്ളതുമായ ഭൂമിയാക്കി മാറ്റും. കാലവർഷ മഴയാണ് കേരളത്തിന്റെ ജീവനാഡി. ഉഷ്ണമേഖലാ വനങ്ങൾ, കൃഷി, ദൈനംദിന ജീവിതം എന്നിവയെ പിന്തുണയ്ക്കുന്ന വാർഷിക ശരാശരി 3000 മില്ലിമീറ്റർ മഴയാണ് സംസ്ഥാനത്തിന് ലഭിക്കുന്നത്. മരുഭൂമിയായ കേരളത്തിൽ കാലവർഷം ഗണ്യമായി കുറയും. ഒന്നുകിൽ ഇടയ്ക്കിടെ മാറുകയോ അല്ലെങ്കിൽ മൊത്തത്തിൽ അപ്രത്യക്ഷമാകുകയോ ചെയ്യും. ഈ മഴയില്ലാതെ കേരളത്തിലെ ജലനിരപ്പ് താഴുകയും ഭൂഗർഭജലം ദുർലഭമായ വിഭവമായി മാറുകയും ചെയ്യും. കിണറുകളും മറ്റു ജലസ്രോതസ്സുകളും വറ്റിപ്പോവുകയും ജനങ്ങൾക്ക് അതിജീവനത്തിനായി വിദൂര സ്രോതസ്സുകളെയോ ഡീസാലിനേഷൻ പ്ലാന്റുകളെയോ ആശ്രയിക്കേണ്ടി വരികയും ചെയ്യും. നെല്ല്, തേങ്ങ, വാഴപ്പഴം, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയ വിവിധ വിളകളെ പോഷിപ്പിക്കുന്ന കേരളത്തിലെ മണ്ണ് ഫലഭൂയിഷ്ഠതയ്ക്ക് പേരുകേട്ടതാണ്. കേരളം ഒരു മരുഭൂമിയായി മാറുകയാണെങ്കിൽ വെള്ളത്തിന്റെയും സസ്യജാലങ്ങളുടെയും അഭാവം മൂലം മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടും. സസ്യാവരണം ഇല്ലെങ്കിൽ ഭൂമി മണ്ണൊലിപ്പിന് വിധേയമാവുകയും ഉപരിതല മണ്ണ് നഷ്ടപ്പെടുന്നത് കൂടുതൽ വഷളാക്കുകയും ചെയ്യും. സമ്പന്നമായ ലാറ്ററൈറ്റ്, കളിമണ്ണ് എന്നിവ മണലും തരിശു ഭൂമിയായി മാറ്റി സ്ഥാപിക്കപ്പെടുകയും കൃഷി മിക്കവാറും അസാധ്യമാക്കുകയും ചെയ്യും. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ പരിസ്ഥിതിയുമായി, പ്രത്യേകിച്ച് കൃഷി, മത്സ്യബന്ധനം, ടൂറിസം മേഖലകളുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. മരുഭൂമിയായ കേരളം ഒരു സാമ്പത്തിക തകർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കും. കാരണം വെള്ളത്തിന്റെയും ഫലഭൂയിഷ്ഠമായ ഭൂമിയുടെയും അഭാവത്തിൽ ഈ മേഖലകൾ സുസ്ഥിരമല്ലാതാകും. കാർഷിക മേഖലയുടെ ഉയർച്ചയാണ് കേരളത്തിന്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്. നെൽവയലുകൾ, തെങ്ങ് തോട്ടങ്ങൾ, വാഴത്തോട്ടങ്ങൾ, സുഗന്ധവ്യഞ്ജന കൃഷി എന്നിവയ്ക്ക് ഈ സംസ്ഥാനം പ്രശസ്തമാണ്. ഇന്ത്യയിലെ കുരുമുളകിന്റെ 90%, ലോകത്തിലെ ഏലം ഉൽപാദനത്തിന്റെ നല്ലൊരു പങ്കും കേരളത്തിലാണ്. വെള്ളമില്ലെങ്കിൽ ഈ വിളകൾ ഉണങ്ങി നശിക്കും. വെള്ളം കയറിയ വയലുകളുടെ അഭാവം മൂലം നെല്ല് കൃഷി ചെയ്യാൻ അസാധ്യമാകും. കേരളത്തിന്റെ സ്വത്വത്തിന്റെ പര്യായമായ നാളികേരം ഭൂഗർഭജലത്തിന്റെ അഭാവം മൂലം അപ്രത്യക്ഷമാകും. ചരിത്രപരമായി കേരളത്തെ ആഗോള വാണിജ്യവുമായി ബന്ധിപ്പിച്ചിരുന്ന പ്രശസ്തമായ സുഗന്ധവ്യഞ്ജന വ്യാപാരം ഇല്ലാതാകും. കർഷകർ അവരുടെ ഭൂമി ഉപേക്ഷിച്ച് നഗരങ്ങളിലേക്ക് പോകാനോ ജോലി തേടി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറാനോ നിർബന്ധിതരാകും. ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള പലായനം കേരളത്തിലെ ഇതിനകം തന്നെ ഇടതൂർന്ന നഗര കേന്ദ്രങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയും തിരക്ക്, തൊഴിലില്ലായ്മ, സാമൂഹിക അസ്വസ്ഥത എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യും. കേരളത്തിന്റെ തീരദേശ സമ്പദ് വ്യവസ്ഥ മത്സ്യബന്ധനത്തെ വളരെയധികം ആശ്രയിക്കുന്നു. സംസ്ഥാനത്തിന് ഒരു നീണ്ട തീരപ്രദേശമുണ്ട്. അതിന്റെ മത്സ്യബന്ധനം സംസ്ഥാനത്തിന്റെ GDP-യിൽ ഗണ്യമായ സംഭാവന നൽകുന്നു. എന്നിരുന്നാലും ഒരു മരുഭൂമി സാഹചര്യത്തിൽ സമുദ്ര ആവാസ വ്യവസ്ഥയെ സാരമായി ബാധിക്കും. നദികളിൽ നിന്നുള്ള ശുദ്ധജലത്തിന്റെ ഒഴുക്ക് ഇല്ലെങ്കിൽ തീരദേശ ജലം ഉപ്പുവെള്ളവുമായി മാറുകയും വിവിധ മത്സ്യങ്ങളുടെ പ്രജനന കേന്ദ്രത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. മത്സ്യബന്ധന വ്യവസായം തകരുകയും ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവനമാർഗം നഷ്ടപ്പെടുകയും ചെയ്യും. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖല അതിന്റെ പ്രകൃതി സൗന്ദര്യത്തിൽ തഴച്ചു വളരുന്നു. കായലുകൾ, ഹിൽ സ്റ്റേഷനുകൾ, ബീച്ചുകൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവ ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. എന്നാൽ മരുഭൂമിയായ കേരളത്തിൽ ഈ ആകർഷണങ്ങൾക്ക് അവയുടെ മനോഹാരിത നഷ്ടപ്പെടും. ഒരിക്കൽ സമൃദ്ധമായ പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതിയെ വന്ധ്യമായ മണൽക്കുന്നുകൾ കൊണ്ട് മാറ്റിസ്ഥാപിക്കപ്പെടുകയും കായലുകൾ വറ്റിപ്പോകുകയും ചെയ്യും. തണുത്ത കാലാവസ്ഥയ്ക്കും തേയിലത്തോട്ടങ്ങൾക്കും പേരുകേട്ട മൂന്നാർ, വയനാട്,
മറ്റ് ഹിൽ സ്റ്റേഷനുകൾ എന്നിവ വരണ്ടതും ആവാസയോഗ്യമല്ലാത്തതുമായി മാറും. വിനോദസഞ്ചാരികളില്ലെങ്കിൽ ടൂറിസത്തെ ആശ്രയിക്കുന്ന ഹോട്ടലുകൾ, ഹൗസ് ബോട്ടുകൾ, മറ്റ് ബിസിനസ്സുകൾ എന്നിവ അടച്ചുപൂട്ടുകയും ഇത് വൻതോതിലുള്ള തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഉഷ്ണമേഖലാ പറുദീസ എന്ന നിലയിൽ കേരളത്തിന്റെ പ്രതിച്ഛായ തകരുകയും അത് ഇനി സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെട്ട ലക്ഷ്യസ്ഥാനമാകാതിരിക്കുകയും ചെയ്യും. കേരളം മരുഭൂമിയായി മാറിയത് ആഴത്തിലുള്ള സാമൂഹികവും സാംസ്കാരികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. നൂറ്റാണ്ടുകളായി പ്രകൃതിയുമായി യോജിച്ച് ജീവിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ഒരു അസ്തിത്വ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വരും. കൃഷി, മത്സ്യബന്ധനം, പ്രകൃതിയുടെ അനുഗ്രഹം ആഘോഷിക്കുന്ന ഓണം പോലുള്ള ഉത്സവങ്ങൾ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള അവരുടെ ജീവിത രീതി മാറ്റാനാവാത്ത വിധം മാറും. മരുഭൂമിയായ കേരളത്തിൽ വെള്ളം ഏറ്റവും വിലയേറിയ കമ്മോഡിറ്റിയായി മാറും. സംസ്ഥാനം കടുത്ത ജലക്ഷാമം നേരിടുകയും ഇത് ജലസ്രോതസ്സുകളുടെ ലഭ്യതയെ ചൊല്ലിയുള്ള സംഘർഷങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ രാജ്യങ്ങളിലേക്കോ നീങ്ങുന്നതിനാൽ ജലത്തിന്റെ അഭാവം വലിയ തോതിലുള്ള കുടിയേറ്റത്തെ നിർബന്ധമാക്കും. സമുദായങ്ങളും കുടുംബങ്ങളും പിളരുന്നതിനാൽ ഈ ബഹുജന പലായനം കേരളത്തിന്റെ സാമൂഹിക ഘടനയെ തളർത്തും. നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റക്കാരുടെ വരവ് തിരക്കും ചേരികളുടെ വർധനവിനും കാരണമാകും. ജലവിതരണം, ശുചിത്വം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ അതിന്റെ പരിധിയിലേക്ക് വ്യാപിപ്പിക്കും. സാമൂഹിക അസമത്വങ്ങൾ ആഴത്തിലാകുകയും ദരിദ്രരെ ജലപ്രതിസന്ധി ആനുപാതികമായി ബാധിക്കുകയും ചെയ്യും. കേരളത്തിന്റെ സാംസ്കാരിക സ്വത്വം അതിന്റെ ഭൂമിശാസ്ത്രവും പരിസ്ഥിതിയുമായി അടുത്ത ബന്ധമുള്ളതാണ്. സംസ്ഥാനത്തിന്റെ ഉത്സവങ്ങൾ, നാടോടി കഥകൾ, പാരമ്പര്യങ്ങൾ എന്നിവ പ്രകൃതിയിൽ ആഴത്തിൽ വേരൂന്നിയവയാണ്. വിളകളുടെ സമൃദ്ധിയും പൗരാണിക രാജാവായ മഹാബലിയുടെ തിരിച്ചുവരവും ആഘോഷിക്കുന്ന വിളവെടുപ്പുത്സവമാണ് ഓണം. മരുഭൂമിയായ കേരളത്തിൽ വിളവെടുക്കാൻ വിളകൾ ഉണ്ടാകില്ല. അത്തരം ഉത്സവങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെടും. നദികൾ, മരങ്ങൾ, മൃഗങ്ങൾ തുടങ്ങിയ പ്രകൃതി ഘടകങ്ങളുമായി പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷേത്ര വാസ്തുവിദ്യയുടെയും ആചാരങ്ങളുടെയും സംസ്ഥാനത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തിന് വന്ധ്യമായ ഭൂപ്രകൃതിയിൽ അവയുടെ അർത്ഥം നഷ്ടപ്പെടും. കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്ന കഥകളി, തെയ്യം തുടങ്ങിയ കലാരൂപങ്ങൾ മരുഭൂമിയിലെ അന്തരീക്ഷത്തിൽ പ്രസക്തി കണ്ടെത്താൻ പാടുപെടും. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് കേരളം. അവയിൽ പലതും പശ്ചിമഘട്ടത്തിൽ തദ്ദേശീയമാണ്. ഒരു മരുഭൂമിവൽക്കരിക്കപ്പെട്ട കേരളം നിരവധി ജീവജാലങ്ങളുടെ വംശനാശത്തിനും സംസ്ഥാനത്തിന്റെ ആവാസ വ്യവസ്ഥയുടെ സമ്പൂർണ്ണ പരിവർത്തനത്തിനും കാരണമാകും. ഭൂമിയിൽ മറ്റൊരിടത്തും കാണപ്പെടാത്ത നിരവധി ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ പശ്ചിമഘട്ടം ലോകത്തിലെ ഏറ്റവും 8 ഹോട്ടസ്റ്റ് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ്. കേരളം ഒരു മരുഭൂമിയായി മാറുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിലെ സമൃദ്ധമായ വനങ്ങൾ അപ്രത്യക്ഷമാകുകയും എണ്ണമറ്റ ജീവജാലങ്ങളുടെ വംശനാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും. നീലഗിരി താർ, സിംഹവാലൻ കുരങ്ങ്, മലബാർ ഭീമൻ അണ്ണാൻ തുടങ്ങിയ മൃഗങ്ങൾക്ക് അവയുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുകയും വംശനാശത്തെ അഭിമുഖീകരിക്കുകയും ചെയ്യും. കേരളത്തിലെ വനങ്ങളിൽ തഴച്ചു വളരുന്ന ഗ്രേറ്റ് ഹോൺബിൽ പോലുള്ള പക്ഷിവർഗ്ഗങ്ങൾക്ക് അതിജീവിക്കാൻ ആവശ്യമായ ഭക്ഷണവും പാർപ്പിടവും ഇനി ലഭിക്കില്ല. തണ്ണീർത്തടങ്ങളുടെ അപ്രത്യക്ഷത എല്ലാ വർഷവും കേരളം സന്ദർശിക്കുന്ന ദേശാടന പക്ഷികളുടെ അന്ത്യം കുറിക്കും. കേരളം ഒരു മരുഭൂമിയായി മാറുമ്പോൾ വരണ്ട സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന പുതിയ ഇനം സസ്യങ്ങളും മൃഗങ്ങളും ഈ പ്രദേശത്തെ ആക്രമിക്കും. കാക്ടിയും മറ്റ് മരുഭൂമി സസ്യജാലങ്ങളും സംസ്ഥാനത്തെ ഉഷ്ണമേഖലാ മരങ്ങൾക്ക് പകരമാകും. കഠിനമായ മരുഭൂമിയിലെ ജീവിതത്തിന് കൂടുതൽ അനുയോജ്യമായ ഒട്ടകങ്ങൾ, മരുഭൂമി എലികൾ തുടങ്ങിയ മൃഗങ്ങൾ ഈ പ്രദേശത്ത് തഴച്ചു വളരാൻ തുടങ്ങിയേക്കാം. കേരളത്തിന്റെ മരുഭൂമിവൽക്കരണം സംസ്ഥാന സർക്കാരിന് കാര്യമായ രാഷ്ട്രീയവും ഭരണപരവുമായ വെല്ലുവിളികൾ ഉയർത്തും. ജലപ്രതിസന്ധി, ഭക്ഷ്യക്ഷാമം, വൻതോതിലുള്ള കുടിയേറ്റം എന്നിവ കൈകാര്യം ചെയ്യുന്നതിന് അഭൂതപൂർവമായ ഏകോപനവും ആസൂത്രണവും ആവശ്യമാണ്. ജലം വളരെ ദുർലഭമായ വിഭവമായി മാറുന്നതിനാൽ നദികൾ, തടാകങ്ങൾ, ഭൂഗർഭജലം എന്നിവയിലേക്കുള്ള പ്രവേശനത്തെ ചൊല്ലി സംഘർഷങ്ങൾ ഉണ്ടാകാം. കേരളവുമായി ഇതിനകം തന്നെ ജലവിതരണ തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക എന്നിവ അവരുടെ ജലസ്രോതസ്സുകളെ കൂടുതൽ സംരക്ഷിക്കും. ഇത് നിയമ പോരാട്ടങ്ങൾ, രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ, ജല അവകാശങ്ങളെ ചൊല്ലിയുള്ള അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം. റേഷനിങ്, റീസൈക്ലിംഗ്, ഡീസൈലിനേഷൻ എന്നിവയുൾപ്പെടെ കർശനമായ ജലസംരക്ഷണ നടപടികൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കേണ്ടതുണ്ട്. മരുഭൂമി പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് ജലസംഭരണികളും പൈപ്പ് ലൈനുകളും പോലുള്ള വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികൾ അനിവാര്യമാകും. എന്നിരുന്നാലും ഈ പദ്ധതികൾക്ക് വൻതോതിലുള്ള നിക്ഷേപം ആവശ്യമായി വരികയും പരിസ്ഥിതി ഗ്രൂപ്പുകളുടെ എതിർപ്പ് നേരിടേണ്ടി വരികയും ചെയ്യും. മരുഭൂമിയായ കേരളത്തിൽ കൃഷി മിക്കവാറും അസാധ്യമായി തീരുകയും അത് കടുത്ത ഭക്ഷ്യപ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നോ വിദേശത്തു നിന്നോ ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളെയാണ് സംസ്ഥാനം പൂർണ്ണമായി ആശ്രയിക്കേണ്ടി വരുന്നത്. ഈ ആശ്രിതത്വം ഭക്ഷ്യവിലയിലെ ഏറ്റക്കുറച്ചിലുകൾക്കും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾക്കും കേരളത്തെ ദുർബലമാക്കാൻ കാരണമാകും. വലിയ സംഭരണ സൗകര്യങ്ങൾ നിർമ്മിക്കുക, നഗരകൃഷി പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നയങ്ങൾ സർക്കാർ നടപ്പാക്കേണ്ടതുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള ജനങ്ങളുടെ വൻതോതിലുള്ള കുടിയേറ്റം നഗര അടിസ്ഥാന സൗകര്യ
സൗകര്യങ്ങളിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കും. ജലങ്ങളുടെ വരവ് ഉൾക്കൊള്ളുന്നതിനായി തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങൾ അതിവേഗം വികസിപ്പിക്കേണ്ടതുണ്ട്. ഈ ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം ചേരികളുടെ വികസനം, വർദ്ധിച്ച കുറ്റകൃത്യ നിരക്ക്, പൊതുജനാരോഗ്യ പ്രതിസന്ധികൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം. വർദ്ധിച്ചു വരുന്ന നഗര ജനസംഖ്യയെ പിന്തുണയ്ക്കുന്നതിന് താങ്ങാനാവുന്ന പാർപ്പിടം, ഗതാഗതം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവയെ സർക്കാർ നിക്ഷേപം നടത്തേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് സാമൂഹിക അസ്വസ്ഥതയിലേക്കും രാഷ്ട്രീയ അസ്ഥിരതയിലേക്കും നയിച്ചേക്കാം. അത്തരമൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോൾ കേരളം അതിജീവിക്കാൻ സാങ്കേതിക വിദ്യയിലേക്കും ശാസ്ത്രത്തിലേക്കും തിരിയേണ്ടതുണ്ട്. മരുഭൂമിവൽക്കരണം, ജലക്ഷാമം, ഭക്ഷ്യ ഉൽപാദനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ പരിഹരിക്കുന്നതിനുള്ള നൂതന പരിഹാരങ്ങളിൽ നിക്ഷേപം നടത്താൻ സംസ്ഥാനത്തെ പ്രേരിപ്പിക്കും. ശുദ്ധജലം കുറവായതിനാൽ സമുദ്രജലം കുടിവെള്ളമാക്കി മാറ്റാൻ കേരളം ഡീസാലിനേഷൻ പ്ലാന്റുകളെ ആശ്രയിക്കേണ്ടതുണ്ട്. മിഡിൽ ഈസ്റ്റ് പോലുള്ള വരണ്ട പ്രദേശങ്ങളിൽ ഇതിനകം ഉപയോഗിക്കുന്ന ഈ സാങ്കേതിക വിദ്യ കേരളത്തിലെ ജനസംഖ്യയുടെ ജീവനാഡിയായി മാറിയേക്കാം. കൂടാതെ ഓരോ തുള്ളി വെള്ളവും കാര്യക്ഷമമായി ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ജല പുനരുപയോഗ സാങ്കേതിക വിദ്യകൾ വലിയ തോതിൽ നടപ്പിലാക്കാൻ കഴിയും. മരുഭൂമിയിലെ ഭക്ഷ്യ ഉൽപാദനത്തിന്റെ വെല്ലുവിളികളെ മറികടക്കാൻ കേരളത്തിന് സുസ്ഥിര കാർഷിക രീതികളും ലംബകൃഷി പോലുള്ള സാങ്കേതിക വിദ്യകളും സ്വീകരിക്കേണ്ടി വരും. അടുക്കി വെച്ചിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന ലംബകൃഷി കുറഞ്ഞ വെള്ളം ഉപയോഗിച്ച് നിയന്ത്രിത അന്തരീക്ഷത്തിൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കേരളത്തെ സാധ്യമാക്കും. വിളകൾ വളർത്താൻ ജലകാര്യക്ഷമമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ഹൈഡ്രോപോണിക്സ്, അക്വപോണിക്സ് എന്നിവയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഉപയോഗിക്കാം. പുനരുപയോഗ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിന് സംസ്ഥാനത്തിന് സൂര്യന്റെ ഊർജ്ജം ഉപയോഗപ്പെടുത്താൻ കഴിയും. മരുഭൂമി പ്രദേശങ്ങളിൽ സമൃദ്ധമായ സൗരോർജ്ജം സംസ്ഥാനത്തിന്റെ പ്രധാന ഊർജ്ജ സ്രോതസ്സായി മാറിയേക്കാം. പുനരുപയോഗ ഊർജ്ജത്തിലേക്കുള്ള ഈ മാറ്റം ഫോസിൽ ഇന്ധനങ്ങളെ കേരളം ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുകയും ചെയ്യും. കേരളം ഒരു മരുഭൂമിയായി മാറുക എന്ന ആശയം വിദൂരമായി തോന്നിയേക്കാമെങ്കിലും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും പാരിസ്ഥിതിക തകർച്ചയുടെയും വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തലുകളായി ഇത് വർത്തിക്കുന്നു. കേരളം വന്ധ്യഭൂമിയായി മാറുന്നത് പരിസ്ഥിതി, സമ്പദ്വ്യവസ്ഥ, സംസ്കാരം, ജീവിതരീതി എന്നിവയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പ്രകൃതിയുമായുള്ള ബന്ധം പുനർവിചിന്തനം ചെയ്യാനും കഠിനമായ പുതിയ യാഥാർത്ഥ്യത്തെ അതിജീവിക്കാൻ നൂതനമായ പരിഹാരങ്ങൾ കണ്ടെത്താനും ഇത് കേരളത്തിലെ ജനങ്ങളെ നിർബന്ധിതരാക്കും. ഈ സാഹചര്യം സാങ്കല്പികമാണെങ്കിലും കേരളത്തിലെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ സജീവമായ നടപടികൾ കൈക്കൊള്ളുന്നതിന്റെയും പ്രാധാന്യം ഇത് അടിവരയിടുന്നു. കേരളത്തിന്റെ ഭാവി ഇന്നത്തെ തെരഞ്ഞെടുപ്പുകളെ ആശ്രയിച്ചിരിക്കും. ദൈവത്തിന്റെ സ്വന്തം നാട് ഭാവി തലമുറകൾക്ക് ഒരു പറുദീസയായി തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ അതിന്റെ ആവാസ വ്യവസ്ഥ, ജലസ്രോതസ്സുകൾ, കാർഷിക ഭൂമികൾ എന്നിവ സംരക്ഷിക്കേണ്ടത് നിർണായകമാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.